ഹലോ എവരിവൺ, നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് വൈൽഡ് കാർഡ്സിനെ കുറിച്ചാണ്. അതായത് ഈ വൈൽഡ് കാർഡ്സ് എന്ന് പറയുന്നത് ഉദ്ദേശിക്കുന്നത് ബേസിക്കലി കുറേ സിമ്പിൾസാണ്. ഓക്കെ, അതായത് നമ്മളെ കമാൻഡ്സിൽ ഈ ഒരു സിമ്പിൾസ് ഉപയോഗിച്ചിട്ട് നമുക്ക് നമ്മൾ ഈ കമാൻഡ്സ് റിട്രീവ് ചെയ്തുകൊണ്ട് വരുന്ന റിസൾട്ട്സ് ഉണ്ടല്ലോ, അതിനെ ഫിൽറ്റർ ചെയ്തെടുക്കാൻ പറ്റും. ഓക്കെ, അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ സിമ്പിൾസ് ഉപയോഗിക്കുന്നത്. ബേസിക്കലി ഈ സിമ്പിൾസ് ചേർത്തെല്ലാം കൂടെ വെച്ച് നമ്മളൊരു റെജെക്സ് പാറ്റേൺ ക്രിയേറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ബേസിക്കലി നിങ്ങൾ റിജെക്സ് പാറ്റേൺ കേട്ടിട്ടില്ലെങ്കിൽ കുഴപ്പമില്ല. റിജെക്സ് പാറ്റേൺ അറിയാവുന്നവർക്ക് ഞാൻ പറയുന്നത് എന്താണെന്ന് മനസ്സിലായി കാണും. അതായത് ബേസിക്കലി അതൊരു പാറ്റേൺ ആണ്. ആ പാറ്റേൺ മാച്ച് ആയിട്ടുള്ള റിസൾട്ടുകൾ മാത്രം കമാൻഡുകൾ റിട്രീവ് ചെയ്തെടുത്തുകൊണ്ട് വരിക എന്ന് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ വൈൽഡ് കാർഡ്സ് ഉപയോഗിക്കുന്നത്. ഫോർ എക്സാമ്പിൾ, ഞാനിപ്പോൾ LS കമാൻഡിൻ്റെ ഡീഫോൾട്ട് ബിഹേവിയർ എന്താണ്, അത് ഏത് ഫോൾഡറിലാണോ നമ്മൾ പറഞ്ഞു കൊടുക്കുന്നത് ആ പാത്തിലുള്ള കംപ്ലീറ്റ് ഫയൽസും ഫോൾഡേഴ്സും അത് ലിസ്റ്റ് ചെയ്യും. ഓക്കെ, ഞാനിപ്പോൾ പൈ എന്ന് പറയുന്ന എൻ്റെ യൂസർ ഡയറക്ടറിക്കകത്താണ് നിൽക്കുന്നത്. അവിടെ ഞാൻ LS കമാൻഡ് കൊടുത്തപ്പോഴത്തേക്കും അതിനകത്തുള്ള എല്ലാ ഫോൾഡേഴ്സും അത് ലിസ്റ്റ് ചെയ്തു. ഓക്കെ, ഇവിടെ ഫയൽസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഫോൾഡേഴ്സ് മാത്രമേ ലിസ്റ്റ് ചെയ്തോളൂ. ഓക്കെ, ഈവൻ ഇപ്പോൾ നമ്മൾ കമാൻഡ് മോഡിഫൈ ചെയ്താലും, അതായത് ഒരു ഓപ്ഷൻ കൊടുത്ത് മോഡിഫൈ ചെയ്താലും അത് കംപ്ലീറ്റ് ഫയൽസും അല്ലെങ്കിൽ കംപ്ലീറ്റ് ഫയൽസും ഫോൾഡേഴ്സും അത് ലിസ്റ്റ് ചെയ്യും. ഓക്കെ, പക്ഷേ എനിക്കിപ്പോൾ അങ്ങനെ വേണ്ട. എനിക്കിപ്പോൾ ലെറ്റ്സ് സേ നമുക്ക് ഡോക്യുമെൻറ്റ്സും ഡൗൺലോഡ്സും എന്ന് പറയുന്ന 2 ഫോൾഡേഴ്സ് ഉണ്ട്. ഇവരുടെ കണ്ടൻസ് മാത്രം എനിക്ക് ലിസ്റ്റ് ചെയ്താൽ മതി. ഓക്കെ, അതിന് വേണ്ടിയിട്ട് എനിക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമെന്ന് പറഞ്ഞാൽ LS കമാൻഡ് കൊടുത്തിട്ട് ഡൗൺലോഡ്സ് കൊടുക്കുക, സ്പേസ് കൊടുത്തിട്ട് ഡോക്യുമെൻറ്റ്സും കൊടുക്കുക. അപ്പോൾ ഡൗൺലോഡ്സിനകത്തുള്ളതും ഡോക്യുമെൻറ്റ്സിനകത്തുള്ള കണ്ടൻസും എനിക്ക് ലിസ്റ്റ് ചെയ്യും. കണ്ടോ, അതായത് ഡോക്യുമെൻറ്റ്സ് എന്ന് പറയുന്ന ഫോൾഡറിനകത്തുള്ള ഫയൽസാണ് ഞാൻ ലിസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഈ ഫയൽസെല്ലാം ഞാൻ നമ്മുടെ ബ്രേസ് എക്സ്പാൻഷൻ വെച്ച് ഞാൻ ഈ വീഡിയോ ക്രിയേറ്റ് ചെയ്യുന്നതിന് മുമ്പേ ക്രിയേറ്റ് ചെയ്ത് വെച്ചതാണ്. ഓക്കെ, അതായത് ഇപ്പോൾ ആൽഫബറ്റിക്കൽ ഓർഡറിലായിരിക്കും ഈ ഫയൽസ് എല്ലാം നിങ്ങൾക്ക് ലിസ്റ്റ് ചെയ്ത് കിട്ടുന്നത്. ഓക്കെ, ഇതിപ്പോൾ 2 ഫോൾഡേഴ്സ് ആയതുകൊണ്ട് കുഴപ്പമില്ല. നമുക്കിപ്പോൾ 4-5 DH സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു ഫോൾഡേഴ്സിൻ്റെ കണ്ടൻസ് നമുക്ക് ലിസ്റ്റ് ചെയ്യണമെങ്കിൽ നമുക്ക് അങ്ങനെ ഇതേപോലെ LS കമാൻഡിൽ ഓരോ ഇൻപുട്ടായിട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് നല്ല സമയം എടുക്കും. ഓക്കെ, അതിന് വേണ്ടിയിട്ട് നമുക്ക് ആ ഒരു സമയം നമ്മൾ സേവ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെയാണ് നമ്മൾ ഈ വൈൽഡ് കാർഡ്സ് എന്ന് പറയുന്ന കൺസെപ്റ്റ് ഉപയോഗിക്കുന്നത്. ഓക്കെ, അതെങ്ങനെ ഉപയോഗിക്കാൻ നോക്കാം. അപ്പോൾ ആദ്യത്തെ ഒരു വൈൽഡ് കാർഡ് സിമ്പിൾ എന്ന് പറയുന്നത് സ്റ്റാറാണ്. ഓക്കെ, ഈ സ്റ്റാർ ബേസിക്കലി ഉദ്ദേശിക്കുന്നത് എവറിത്തിങ്, അതായത് എല്ലാം നിങ്ങൾ ലിസ്റ്റ് ചെയ്യുക എന്നാണ് ഉദ്ദേശിക്കുന്നത്. അതായത് ഈ നമ്മൾ പൈ എന്ന് പറയുന്ന ഈ ഫോൾഡറിനകത്തുള്ള ഫോൾഡേഴ്സിനകത്തുള്ള കണ്ടൻസ് എല്ലാം നിങ്ങൾ ലിസ്റ്റ് ചെയ്യുക. ഓക്കെ, ഞാനിതിപ്പോൾ എൻ്റർ അടിച്ച് കഴിഞ്ഞാൽ കണ്ടോ, ഡെസ്ക്ടോപ്പിനകത്തുള്ള കണ്ടൻസ് ലിസ്റ്റ് ചെയ്യുക. പക്ഷേ ഡെസ്ക്ടോപ്പിനകത്തൊന്നും ഇല്ലാത്തതുകൊണ്ടാണ് അത് എംറ്റി ആയിട്ട് കിടക്കുന്നത്. ഇപ്പോൾ കണ്ടോ, ഡോക്യുമെൻറ്റ്സിനകത്തുള്ളത് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്, ഡൗൺലോഡ്സിനകത്തുള്ളത് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്, ഫോൾഡർ 1 എന്ന് പറയുന്ന നമ്മൾ ഫോൾഡർ ലാസ്റ്റ് വീഡിയോയിൽ ക്രിയേറ്റ് ചെയ്ത ഫോൾഡർ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്, മ്യൂസിക്, പിക്ചേഴ്സ്, പബ്ലിക്, ടെംപ്ലേറ്റ്, ഇതെല്ലാം എംറ്റി ആയതുകൊണ്ടാണ് എംറ്റി ആയിട്ട് കിടക്കുന്നത്. ഓക്കെ, ഇപ്പം നിങ്ങൾക്ക് സ്റ്റാർ എന്താണ് ചെയ്യുന്നതെന്ന് മനസ്സിലായി കാണും. അതായത് ഒരു പാത്തിനകത്തുള്ള കംപ്ലീറ്റ് ഫോൾഡേഴ്സിൻ്റെയും കണ്ടൻസ് ലിസ്റ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ കണ്ടോ നിങ്ങൾക്ക്, പക്ഷേ ഇവിടെയും നമുക്ക് നമ്മുടെ ടാർഗറ്റ് നമ്മൾ അച്ചീവ് ചെയ്തില്ല. അതായത് DH സ്റ്റാർട്ട് ചെയ്യുന്ന ഫോൾഡേഴ്സിൻ്റെ കണ്ടൻസ് മാത്രമല്ല ലിസ്റ്റ് ചെയ്തത്, എല്ലാത്തിൻ്റെയും നമ്മൾ ലിസ്റ്റ് ചെയ്തു. അപ്പോൾ DH തുടങ്ങുന്ന ഫോൾഡേഴ്സിൻ്റെ മാത്രം ലിസ്റ്റ് ചെയ്യാൻ വേണ്ടി D അടിച്ചിട്ട് സ്റ്റാർ അടിക്കുക. ഓക്കെ, ഇപ്പോൾ കണ്ടോ, ഡെസ്ക്ടോപ്പ് നമുക്ക് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്, ഡോക്യുമെൻറ്റ്സ് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്, ഡൗൺലോഡ്സ് ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം DH ആണ് തുടങ്ങുന്നത്. കണ്ടോ. ഓക്കെ, അപ്പോൾ ഇതൊരു പാറ്റേൺ ആണ്. അതായത് ഈ LS കമാൻഡിൻ്റെ റിസൾട്ട് അത് ഫിൽറ്റർ ചെയ്തെടുത്തുകൊണ്ട് വരുന്ന ഒരു പാരാമീറ്ററാണ് ഈ നമ്മൾ സ്റ്റാറായിട്ട് കൊടുക്കുന്നത്. ഓക്കെ, ഇത്രയും നമ്മൾ ഒരു പാരാമീറ്ററാണ് LS കമാൻഡിൻ്റെ ഒരു സെർച്ച് പാരാമീറ്ററാണ് ഇത്രയും നമ്മളായിട്ട് കൊടുക്കുന്നത്. ഓക്കെ, ഇനി എനിക്ക് DO വെച്ച് തുടങ്ങണ ഫോൾഡർ മാത്രം ലിസ്റ്റ് ചെയ്താൽ മതി. എങ്ങനെ കൊടുക്കണം, LS എടുത്തിട്ട് DO സ്റ്റാർ കൊടുക്കുക, അല്ലെങ്കിൽ ആസ്ട്രിക് എന്ന് പറയും ഈ സിമ്പലിൽ. ഓക്കെ, ബേസിക്കലി നിങ്ങളുടെ മൾട്ടിപ്ലിക്കേഷൻ തന്നെ. ഓക്കെ, കണ്ടോ, ഇപ്പോൾ നമുക്ക് ഡോക്യുമെൻറ്റ്സും ഡൗൺലോഡ്സും മാത്രമേ ലിസ്റ്റ് ചെയ്തിട്ടുള്ളൂ. ഓക്കെ, ഞാൻ ഇനി CD ഡോക്യുമെൻറ്റ്സിനകത്തോട്ട് പോകാം. അതിനകത്ത് ഞാൻ കുറേ ഫയൽസ് ലിസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, എനിക്കിനി ഈ ഫയൽസിൽ ഞാനിപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാം task 1 മുതൽ task 15 വരെ ഞാനിവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. എനിക്ക് സിംഗിൾ ഡിജിറ്റുള്ള ഫയൽസ് മാത്രം മതി. അപ്പോൾ ഞാൻ എന്ത് ചെയ്യണം, നിങ്ങളുടെ മനസ്സിൽ സ്വാഭാവികമായിട്ട് വരുന്ന ആൻസർ എന്ന് പറയുന്നത് LS task സ്റ്റാർ ആയിരിക്കും. പക്ഷേ അങ്ങനെ കൊടുത്താൽ എന്താണ്, എല്ലാ ടാസ്ക് കഴിഞ്ഞിട്ട് എന്തൊക്കെ വാല്യൂസ് ഉണ്ടോ അതെല്ലാം അത് ഡിസ്പ്ലേ ചെയ്ത് കാണിക്കും. ഓക്കെ, അപ്പോൾ അങ്ങനെ നമുക്ക് ഫിൽറ്റർ ചെയ്തെടുക്കാം. അതായത് ഒരൊറ്റ വാല്യൂ ഒക്കെ മാത്രം നമുക്ക് ഫിൽറ്റർ ചെയ്ത് എടുത്താൽ മതിയെങ്കിൽ അത് അങ്ങനെ തന്നെ കൊടുക്കും. ടാസ്ക് ഓക്കെ, LS ടാസ്ക് ക്വസ്റ്റ്യൻ മാർക്ക് കൊടുക്കുക.
ഓക്കെ, ക്വസ്റ്റ്യൻ മാർക്ക് എന്ന് പറയുന്നത് പറഞ്ഞു കൊടുക്കുന്നത് പ്ലേസ് ഹോൾഡറാണ്. അതായത് ആ ഒരു പ്ലേസിനെ സ്ട്രിക്റ്റ് ആയിട്ട് അത് സെർച്ച് ചെയ്യും. ഓക്കെ, നമ്മൾ എത്ര ക്വസ്റ്റ്യൻ മാർക്ക് കൊടുക്കുന്നു അത്രയും പ്ലേസുകൾ അത് ചെക്ക് ചെയ്യും. ഓക്കെ, ഇതിപ്പോൾ എങ്ങനെയാണ് ചെക്ക് ചെയ്യുന്നത്? LS ടാസ്ക് കഴിഞ്ഞിട്ട് ഒരൊറ്റ വാല്യൂ മാത്രമുള്ള റിസൾട്ടുകൾ മാത്രം എടുത്തുകൊണ്ട് വരാനാണ് നമ്മളിങ്ങനെ കൊടുക്കുന്നത്. ഓക്കെ, കണ്ടോ, ഇതിപ്പോൾ കണ്ടോ, ടാസ്ക് 1, ടാസ്ക് 2, ടാസ്ക് 3 എല്ലാ സിംഗിൾ ഡിജിറ്റുകൾ മാത്രമേ എടുത്തുകൊണ്ട് വന്നിട്ടുള്ളൂ. ഇത് സ്ട്രിക്റ്റായിട്ട് സെർച്ച് ചെയ്യുന്നതാണ്. ഓക്കെ, ഇനി എനിക്ക് 2 ഡിജിറ്റ്സ് മാത്രം മതിയെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെ ചെയ്യാം? LS ടാസ്ക് 2 ക്വസ്റ്റ്യൻ മാർക്ക് കൊടുക്കുക. കണ്ടോ, 2 ഡിജിറ്റ്സ് മാത്രം ഫിൽറ്റർ ചെയ്തുകൊണ്ട് വന്നു. ഓക്കെ, ഇനിയിപ്പോൾ ഞാനിപ്പോൾ 2 ഫയൽസ് കൂടെ ക്രിയേറ്റ് ചെയ്യണം. ടച്ച് a.txt ab.txt ടെക്സ്റ്റ് 2 ഫയൽസ് കൂടെ ക്രിയേറ്റ് ചെയ്തു. ഓക്കെ, അപ്പോൾ ഇനി ഇതിനകത്ത് എനിക്ക് LS ക്വസ്റ്റ്യൻ മാർക്ക് കൊടുത്തു കഴിഞ്ഞാൽ എങ്ങനെ വരും? ക്വസ്റ്റ്യൻ മാർക്ക് .txt എന്ന് പറഞ്ഞ് കൊടുത്തു കഴിഞ്ഞാൽ സിംഗിൾ ഡിജിറ്റുള്ള, അതായത് ഈ ടെക്സ്റ്റ് ഫയലിൽ ഒരൊറ്റ ക്യാരക്ടർ മാത്രമുള്ള ഫയൽ നെയിംസ് മാത്രം അത് എടുത്തുകൊണ്ട് വരും. കണ്ടോ, a.txt മാത്രം അത് കിട്ടി. ഇനി നമുക്ക് ഒരു ക്വസ്റ്റ്യൻ മാർക്ക് കൂടെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ab.txt കിട്ടും. കണ്ടോ, ഈ ഒരു പാറ്റേൺ മാച്ച് ആവുന്ന റിസൾട്ടുകൾ മാത്രമേ എടുത്തുകൊണ്ട് വരുള്ളൂ. ഈ ക്വസ്റ്റ്യൻ മാർക്ക് എന്ന് പറയുന്നത് പ്ലേസ്, ആ ഒരു 2 പ്ലേസുകൾ മാത്രം സ്ട്രിക്റ്റായിട്ട് ചെക്ക് ചെയ്യുന്ന മാത്രമേ എടുത്തുകൊണ്ട് വരും. ഓക്കെ, ഇനി അതല്ലാതെ നമുക്ക് വേറൊരു വഴിയുടെ ഉണ്ട്. അതായത് ഞാനതൊന്ന് ക്ലിയർ ചെയ്യാം. LS ടാസ്ക് 1 to 9. ഓക്കെ, ഇങ്ങനെ ഞാൻ കൊടുത്തു കഴിഞ്ഞാൽ കണ്ടോ, ഇങ്ങനെ എനിക്ക് ആ റിസൾട്ട് എടുക്കാൻ പറ്റും. അതായത് ഇങ്ങനെ നമ്മൾ സ്ക്വയർ ബ്രാക്കറ്റ്സിനകത്ത് കൊടുത്തു കഴിഞ്ഞാൽ അതിനകത്തുള്ള പാറ്റേൺ മാച്ച് ആവുന്നത് മാത്രമേ എടുക്കേണ്ടി വരുള്ളൂ. അല്ലാതെ എല്ലാ സിംഗിൾ ഇത് കിട്ടും. ഇപ്പം ക്വസ്റ്റ്യൻ മാർക്ക് കൊടുത്തപ്പോൾ എന്ത് പറ്റി? ഇപ്പം ടാസ്ക് കഴിഞ്ഞിട്ട് ടാസ്ക് A എന്ന് പറഞ്ഞ ഒരു ഫയൽ ഉണ്ടെങ്കിൽ അതും എടുത്തുകൊണ്ട് വരും. ഓക്കെ, നമുക്കതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഞാൻ ടച്ച് ടാസ്ക് A എന്ന് പറയുന്ന ഒരു ഫയൽ ഞാൻ ക്രിയേറ്റ് ചെയ്യാം. ഓക്കെ, LS കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ടാസ്ക് A എന്ന് പറയുന്ന ഫയൽ ഇവിടെ കാണാം. ഓക്കെ, ഇനി ഞാൻ LS ടാസ്ക് ക്വസ്റ്റ്യൻ മാർക്ക് കൊടുത്തു കഴിഞ്ഞാൽ കണ്ടോ, ടാസ്ക് 1 മുതൽ ടാസ്ക് 9 കാണിച്ചു, അത് കഴിഞ്ഞ് ടാസ്ക് Aയും കാണിച്ചു. ഓക്കെ, പക്ഷേ വ്യത്യാസം നമുക്ക് ഇനി സ്ക്വയർ ബ്രാക്കറ്റ്സിനകത്ത് കൊടുത്തു ടാസ്ക് 1 to 9. കണ്ടോ, ഇവിടെ A എന്ന് പറയുന്ന പാറ്റേൺ എടുത്തില്ല. കാരണം വെച്ചാൽ നമ്മൾ ഈ സ്ക്വയർ ബ്രാക്കറ്റിനകത്ത് കൊടുത്തത് സ്ട്രിക്റ്റ് ആയിട്ടാണ് ചെക്ക് ചെയ്യുന്നത്. പക്ഷേ ക്വസ്റ്റ്യൻ മാർക്ക് കൊടുത്തപ്പോൾ വ്യത്യാസം എന്താണ്? ക്വസ്റ്റ്യൻ മാർക്ക് ആ പ്ലേസിൽ എന്തെങ്കിലും ഉണ്ടെങ്കിലാണ് അത് എടുത്തുകൊണ്ട് വരുന്നത്. അതായത് ഈ ക്വസ്റ്റ്യൻ മാർക്ക് കൊടുത്തിരിക്കുന്ന പ്ലേസിൽ എന്തൊക്കെയുണ്ട്? 1 ഉണ്ട്, 2 ഉണ്ട്, അപ് ടു 9 വരെ ഉണ്ട്. അത് കഴിഞ്ഞിട്ട് A എന്ന് പറയുന്ന ഒരു വാല്യൂ ഉണ്ട്. ഓക്കെ, അങ്ങനെ ആ പ്ലേസിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാത്രം അത് സ്ട്രിക്റ്റ്, അതായത് ആ ഒരു പ്ലേസിൽ സ്ട്രിക്റ്റ് ആയിട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാത്രം അത് റിട്രീവ് ചെയ്തെടുത്തുകൊണ്ട് വരും. ഓക്കെ, ഇനി നമുക്ക് ഒന്നുകൂടെ ഒരു ടാസ്ക് AB എന്ന് പറഞ്ഞ് കൊടുത്തിട്ട് നമുക്കൊന്ന് നോക്കാം. അത് LS ടാസ്ക് ക്വസ്റ്റ്യൻ മാർക്ക് കൊടുത്തു കഴിഞ്ഞാൽ കണ്ടോ, ഇവിടെ AB നിങ്ങൾക്ക് ലിസ്റ്റ് ആയില്ല. ടാസ്ക് നേരത്തെ നമുക്ക് ഇവിടെ കിട്ടിയ അതേ റിസൾട്ടാണ് കിട്ടിയത്. കാരണം നമ്മൾ ക്വസ്റ്റ്യൻ മാർക്ക് എന്താണ്, ആ ഒരു പ്ലേസിൽ സ്ട്രിക്റ്റ് ആയിട്ട്, ആ ഒരു പ്ലേസിൽ ക്വസ്റ്റ്യൻ മാർക്ക് കൊടുത്തിരിക്കുന്ന പ്ലേസിൽ സ്ട്രിക്റ്റ് ആയിട്ടുള്ള വാല്യൂ മാത്രമേ അത് എടുത്തുകൊണ്ട് വരുള്ളൂ. LS ടാസ്ക് AB, ക്യാപിറ്റൽ A മുതൽ Z വരെ കൊടുക്കാം. ഓക്കെ, Z വരെ കൊടുത്തു കഴിഞ്ഞാൽ ഇപ്പം നമുക്ക് അത് പ്രോപ്പറായിട്ട് റിസൾട്ട് ചെയ്യും. കണ്ടോ, A to Z. ഓക്കെ, ഇവിടെ ടാസ്ക് A മാത്രം എന്തുകൊണ്ട് ഡിസ്പ്ലേ ചെയ്താൽ നിങ്ങൾക്ക് സ്വാഭാവികമായിട്ട് ഡൗട്ട് വരും. കാരണം വെച്ചാൽ ടാസ്ക് കഴിഞ്ഞിട്ട് ഒരു A to Z ക്യാരക്ടർ ഉണ്ടാകുന്നതാണ് ചെക്ക് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇനി ഇത് ABയും കൂടെ ചെക്ക് ചെയ്യണമെങ്കിൽ നിങ്ങൾ ഒന്നും കൂടെ ബ്രാക്കറ്റിനകത്ത് കൊടുക്കുക, A to Z. ഇപ്പോൾ അത് ലിസ്റ്റ് ചെയ്യും. കണ്ടോ, അപ്പോൾ നിങ്ങൾക്ക് വൈൽഡ് കാർഡ്സ് കൺസെപ്റ്റ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ബേസിക്കലി ഇത് നമ്മൾ സെർച്ച് ചെയ്യാനും ഇത് LS കമാൻഡിൻ്റെ കൂടെ മാത്രമല്ല കേട്ടോ, ഒരുപാട് കേസുകളിൽ നമുക്കിത് ഉപയോഗിക്കാവുന്നതാണ്. ഓക്കെ, എനിക്കിനി ലിനക്സിൻ്റെ ഫയൽസിൻ്റെ കുറച്ച് ഡീറ്റെയിൽസ് കൂടെ എക്സ്പ്ലെയിൻ ചെയ്യണമെന്നുണ്ട്. അതായത് ലിനക്സിൻ്റെ ഫയൽ എക്സ്റ്റൻഷൻസ്. ഓക്കെ, അപ്പോൾ ഞാൻ മുമ്പത്തെ വീഡിയോയിലും പലതവണ പറഞ്ഞിരുന്നു, ലിനക്സിൻ്റെ ഫയൽ സിസ്റ്റത്തിൽ ഫയൽസിൻ്റെ എക്സ്റ്റൻഷൻസിന് വലിയ പ്രാധാന്യമൊന്നുമില്ല. ഓക്കെ, ലിനക്സ് ഒരു ഫയൽ റീഡ് ചെയ്യുമ്പോൾ ആ ഫയലിൻ്റെ ടോപ്പിലായിട്ട് ആ ഫയൽ എന്ത് ടൈപ്പാണെന്നുള്ള ഒരു ഡിസ്ക്രിപ്ഷൻ എല്ലാ ഫയൽസിനും അതുണ്ടാവും. ഓക്കെ, എല്ലാത്ത ഫയൽസിനും ഒരു ആസ്കി ഡിസ്ക്രിപ്ഷൻ ഉണ്ടാവും. അത് റീഡ് ചെയ്തിട്ടാണ് ലിനക്സ് അല്ലെങ്കിൽ ലിനക്സിൻ്റെ ഈ ടെർമിനൽ ഏത് ഫയലാണെന്ന് അത് കണ്ടുപിടിച്ചെടുക്കുന്നത്. ഓക്കെ, ഫോർ എക്സാമ്പിൾ നമ്മൾ CD നമ്മുടെ ഡോക്യുമെൻറ്റ്സിനകത്തോട്ടൊന്ന് പോയി കഴിഞ്ഞാൽ
ഞാൻ അതിനകത്ത് കുറേ ഫയൽസ് ക്രിയേറ്റ് ചെയ്തു അല്ലേ. ഇനി ഈ ഫയൽ എന്ത് ടൈപ്പാണെന്ന് അറിയാൻ വേണ്ടി നിങ്ങൾ ഫയൽ എന്ന് പറയുന്ന കമാൻഡ് കൊടുക്കുക. എന്നിട്ട് ab.txt കൊടുത്തു കഴിഞ്ഞാൽ ഈ ab ഫയൽ txt ഫയൽ എം ടി ആണെന്ന് ബേസിക്കലി ഡിസ്പ്ലേ ചെയ്ത് കാണിക്കും. ഓക്കെ, ഇതിപ്പോൾ നമ്മൾ ക്രിയേറ്റ് ചെയ്ത ഫയൽ ആയതുകൊണ്ടാണ് ഇങ്ങനെ. ഇത് ബേസിക്കലി txt ഫയൽ ആണെങ്കിൽ, അത് ഒറിജിനൽ നോട്ട്പാഡ് ഫയൽ ആണെങ്കിൽ ഇത് ഒരു ആസ്കി ടെക്സ്റ്റ് ഫയലാണെന്ന് ഡിസ്പ്ലേ ചെയ്ത് കാണിക്കും. ഓക്കെ, ഇത് ഞാൻ നമ്മുടെ ഫയൽ സ്ട്രീംസ് ഉപയോഗിച്ച് ക്രിയേറ്റ് ചെയ്ത ഫയൽ ആയതുകൊണ്ടാണ് ഇങ്ങനെ വരുന്നത്. ഓക്കെ, ഞാനിപ്പോൾ എൻ്റെ USB കണക്ട് ചെയ്തിട്ടുണ്ട്. അതിനകത്ത് ഞാൻ 2-3 പിക്ചർ ഫയൽ ആഡ് ചെയ്തിട്ടുണ്ട്. നമുക്ക് ഇപ്പോൾ USB ആക്സസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് റൂട്ട് ഡയറക്ടറിയിലോട്ട് പോകാം. ഓക്കെ, USB നമ്മുടെ മീഡിയ എക്സ്റ്റേണൽ മീഡിയാസ് എല്ലാം മൗണ്ട് ചെയ്യുന്നത് ഈ ഒരു മീഡിയ എന്ന് പറയുന്ന ഫോൾഡറിനകത്താണ്. ഓക്കെ, അതേപോലെ നിങ്ങൾ ഈ ഡെവ് എന്ന് പറയുന്ന ഒരു ഫോൾഡറിനകത്ത് കാണും. ഓക്കെ, ഇത് അടപ്പുണ്ട്. ഈ ഡെവ് ബേസിക്കലി ഇത് ഡെവലപ്പേഴ്സ് ഒന്നല്ല, ഇത് ബേസിക്കലി ഡിവൈസസ് ആണ്. നിങ്ങളുടെ മെഷീനിലേക്ക് കണക്ട് ചെയ്ത് വെച്ചിരിക്കുന്ന എക്സ്റ്റേണൽ ഡിവൈസുകളൊക്കെയാണ് ഇവിടെ ലിസ്റ്റായിട്ട് കാണുന്നത്. ഞാനതൊന്ന് കാണിച്ചു തരാം. CD ഡെവ് എല്ലാം കൊടുത്തു കഴിഞ്ഞാൽ ഇത് കാണാൻ പറ്റും. നിങ്ങൾക്ക് കുറേ ഫയൽസ് ഇവിടെ കാണാൻ പറ്റും. നിങ്ങളുടെ ഡിവൈസിൽ കണക്ട് ചെയ്യുന്ന എല്ലാ എക്സ്റ്റേണൽ ഡിവൈസുകളും ഒരു ഫയലായിട്ടാണ് ലിനക്സ് ട്രീറ്റ് ചെയ്യുന്നത്. ഓക്കെ, നിങ്ങളുടെ ഹാർഡ് ഡിസ്കും എക്സ്റ്റേണൽ അതായത് സ്റ്റോറേജ് ഡിവൈസും ഒക്കെയാണ് SPA1 SPA2 എന്ന് പറഞ്ഞ് കാണിക്കുന്നത്. ഇതൊക്കെ ഓരോ ഫയൽസാണ്. ഓക്കെ, അത് ലിനക്സ് ഒരു ഫയൽ ഇൻ്റർഫേസ് സ്ട്രീംസ് ഉപയോഗിച്ചിട്ടാണ് ഈ ഡിവൈസുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഇതെല്ലാം ഒരു ഫയൽസ് ആയിട്ടാണ് ലിനക്സ് കീപ്പ് ചെയ്യുന്നതെന്ന് ഞാൻ പറയുന്നതിന് കാരണം. ഓക്കെ, ഞാനിപ്പോൾ തിരിച്ച് റൂട്ടിലേക്ക് പോകാം. ഓക്കെ, ഞാൻ നമ്മുടെ പെൻഡ്രൈവ്, അതായത് എൻ്റെ USB ഡിവൈസ് ഞാനൊന്ന് ആക്സസ് ചെയ്യണം. അപ്പം USB അതിനകത്തൊന്നാണ് ഞാൻ പറഞ്ഞത് മീഡിയ എന്ന് പറയുന്ന ഫോൾഡറിനകത്താണ്. അപ്പോൾ ഞാനിപ്പോൾ റൂട്ട് ഡയറക്ടറിയിലാണ് കേട്ടോ നിൽക്കുന്നത്. ഓക്കെ, മീഡിയ എന്ന് പറയുന്ന ഫോൾഡറിനകത്താണ്. ഓക്കെ, മീഡിയയ്ക്കകത്ത് നിങ്ങളുടെ ഒരു പ്രൊഫൈൽ, അതായത് നിങ്ങളുടെ യൂസർ നെയിം എന്ന് പറയുന്ന ഒരു യൂസർ നെയിമിലൊരു ഫോൾഡറാണ്. അതിനകത്താണ് നിങ്ങളുടെ USBs എല്ലാം ലിസ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, നമുക്ക് ആ എന്ന് പറയുന്ന മീഡിയയ്ക്കകത്തുള്ള എന്ന് പറയുന്ന ഫോൾഡറിനകത്ത് പോകാം. ലിസ്റ്റ് ചെയ്യുമ്പോഴത്തേക്കും ഇപ്പോൾ അഖിൽ എന്ന് പറയുന്ന ഒരു USB ഡ്രൈവ് കണക്ട് ചെയ്തിരുന്നതായിട്ട് കാണാം. ഞാൻ ഇതിനകത്ത് LS കമാൻഡ് കൊടുത്തു കഴിഞ്ഞാൽ ഞാൻ അഖിൽ എന്ന് പറയുന്ന ഡയറക്ടറിക്കകത്തോട്ട് പോകാം. CD അഖിൽ. ഓക്കെ, ഇതിനകത്ത് ഈ USBക്കകത്ത് കുറച്ച് ഫയൽസ് ക്രിയേറ്റ് ചെയ്ത് കുറേ ഇമേജ് ഫയൽസ് JPG ഫയൽസ് കിടക്കുന്നതായിട്ട് നിങ്ങൾക്ക് ഇപ്പോൾ കാണാൻ പറ്റും. ഓക്കെ, ഞാനിപ്പോൾ ഫയൽ img_03 നമ്മുടെ ഫസ്റ്റ് ഫയൽ എടുക്കുക. ഓക്കെ, ഇതിപ്പോൾ കണ്ടോ, ആ ഫയലിൻ്റെ ഡിസ്ക്രിപ്ഷനാണ് കിടക്കുന്നത്. ഇതൊരു ഇമേജ് ഫയലാണ്. ഓക്കെ, ഇത് Canon 70D എന്ന് പറയുന്ന ക്യാമറയിലെടുത്ത ഒരു ഫയലാണ്, ഒരു പിക്ചറാണ്. കണ്ടോ, ഇതിൻ്റെ ആ ഇമേജിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഓക്കെ, ഞാൻ ഇനി ഈ ഒരു ഫയലിനെ റീനെയിം ചെയ്യണമെന്ന് നോക്കുക. റീനെയിം ചെയ്ത് നോക്കുകയാണ്. അതായത് നമുക്ക് റീനെയിം എങ്ങനെയാണ് ചെയ്യുന്നത്? മൂവ് കമാൻഡ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ റീനെയിം ചെയ്യുന്നത്. img03. ഓക്കെ, ഇതിന് ഞാൻ ടെസ്റ്റ് ഇമേജ് എന്ന് പറയുന്ന ഒരു പേരിലേക്ക് മാറ്റി. എന്നിട്ട് എക്സ്റ്റൻഷൻ ഒന്നും കൊടുക്കാതെ ഇട്ടിരിക്കുകയാണ്. ഓക്കെ, ഇപ്പോൾ ഞാൻ LS കമാൻഡ് കൊടുത്തു കഴിഞ്ഞാൽ ടെസ്റ്റ് ഇമേജ് എന്ന് പറയുന്ന 0362 എന്ന് പറയുന്ന ഫയൽ ഇപ്പോൾ കാണില്ല അല്ലേ. ഞാനിപ്പോൾ ടെസ്റ്റ് ഇമേജ് എന്ന് പറയുന്ന ഫയലിലേക്ക് മാറ്റി. ഇനി ഞാൻ ഈ ഫയലിൻ്റെ ഫയലിൻ്റെ ഡിസ്ക്രിപ്ഷൻ ഒന്ന് നിങ്ങൾക്ക് ലിസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ കണ്ടോ, സെയിം ഇൻഫർമേഷൻ തന്നെയാണ് നിങ്ങൾക്ക് പിന്നെയും കിട്ടുന്നത്. അതായത് ഫയൽ എക്സ്റ്റൻഷൻസിന് വലിയ ഇമ്പോർട്ടൻസ് ലിനക്സിനകത്ത് ഇല്ല. ഓക്കെ, നിങ്ങൾ ഇതിപ്പോൾ ഗ്രാഫിക്കൽ യൂസർ ഇൻ്റർഫേസിലാണ് നിങ്ങൾ റീനെയിം ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ ആ ഇമേജ് ഫയലുമായിട്ട് അസോസിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു പ്രോഗ്രാമാണ്. സപ്പോസ് നിങ്ങൾ ജിംബ് വെച്ചായിരിക്കും നിങ്ങൾ ഇമേജ് ഫയൽസ് ഓപ്പൺ ചെയ്യണമെന്ന് വയ്ക്കുക. അപ്പോൾ ആ ഇമേജിൻ്റെ ആ ഒരു ഫയലിൻ്റെ ഐക്കൺ എന്ന് പറയുന്നത് ജിംബിൻ്റെ ഒരു ഐക്കണായിട്ടായിരിക്കും നിങ്ങൾക്ക് കാണുന്നത്. ഓക്കെ, അല്ലെങ്കിൽ ഏതെങ്കിലും ഫോട്ടോ എഡിറ്റർ ഐക്കണായിരിക്കും നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത്. ആ ഒരു ഐക്കൺ മാറും. ഓക്കെ, പക്ഷേ ലിനക്സ് ഫയൽ റീഡ് ചെയ്യുന്ന മെത്തേഡ് ഒരിക്കലും മാറാൻ പോകുന്നില്ല. ഓക്കെ, അസോസിയേറ്റ് ചെയ്തിരിക്കുന്ന പ്രോഗ്രാംസിൻ്റെ ഐക്കൺസ് ചിലപ്പോൾ ചേഞ്ച് ആവും. ഓക്കെ, അതേപോലെ ആ ഫയൽ നിങ്ങൾ ആ ഒരു പ്രോഗ്രാം ഉപയോഗിച്ച് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ചിലപ്പോൾ എറർ കാണിക്കും. ഓക്കെ, അതായത് ഇപ്പോൾ നിങ്ങൾ ഒരു ഇമേജ് ഫയലിനെ .pdf ആക്കി റീനെയിം ചെയ്തെങ്കിൽ എന്നിട്ട് നിങ്ങൾ അപ്പോൾ നിങ്ങളുടെ ഐക്കൺ അങ്ങനെ PDF റീഡറിൻ്റെ ഐക്കണായിട്ട് മാറും. എന്നിട്ട് നിങ്ങൾ ആ ഫയൽ ഡബിൾ ക്ലിക്ക് ചെയ്ത് ഓപ്പൺ ചെയ്യുമ്പോൾ PDF റീഡറിൽ ഓപ്പൺ ആക്കാൻ നോക്കിക്കഴിഞ്ഞാൽ എറർ വരും. ഓക്കെ, അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. അതായത് ലിനക്സിന് ടെർമിനൽ ഫയൽ റീഡ് ചെയ്യുന്ന മെത്തേഡിന് ഫയൽ എക്സ്റ്റൻഷൻ അതിൽ നിർബന്ധമല്ല. ഓക്കെ, അതാണ് ഞാൻ ഈ ഒരു സെക്ഷനിൽ പറയാൻ ആഗ്രഹിച്ചത്. അപ്പോൾ ഇത്രയും നിങ്ങൾക്ക് ഇൻഫർമേറ്റീവായിട്ട് തോന്നിയെങ്കിൽ ലൈക്ക്, സബ്സ്ക്രൈബ്, വീഡിയോയ്ക്ക് എന്തെങ്കിലും പ്രശ്നമുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക, ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. ഓക്കെ,
താങ്ക് യു. ടേക്ക് കെയർ.